ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് കാണിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കട്ടിങ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഇതിലേക്ക് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ അരികിനൂടെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ചെറിയ സ്റ്റിച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ക്യാൻവാസിൻ്റെ അരികിനൂടെ തന്നെ വേണം തയ്ച്ചെടുക്കാനായിട്ട്, ക്യാൻവാസിലേക്ക് കയറ്റി തയ്ക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് നമുക്കിത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നടുക്ക് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം സിബ്ബാണ് വെക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫീഡിങ് അമ്മമാർക്കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് വെക്കാം. ഇത് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ പീസ് ഒരു 1.5 ഇഞ്ച് വീതിയിലേത് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ക്യാൻവാസ് ഒന്ന് ഉയർത്തി വയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ വെച്ചിട്ട് ബാക്കിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. ഇവിടുന്ന് നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇത് നമുക്ക് നിവർത്തി വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പീസും നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. സിബ്ബ് വയ്ക്കാൻ ചിലർക്ക് തീരെ അറിയില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു നിവർത്തി വയ്ക്കുക. ഇനി ഇൻവിസിബിൾ സിബ്ബാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മളൊന്ന് നിവർത്തിയിട്ട് നേരെ കമഴ്ത്തി ഇതിലേക്ക് വയ്ക്കുക. കണ്ടോ? അടുത്തത് ഇതുപോലെ കമഴ്ത്തി ഇതിലേക്ക് വയ്ക്കുക. ഇനി ഇവിടെ നമുക്ക് പിൻ കുത്തി വയ്ക്കാം. അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്, വളരെ ശ്രദ്ധിക്കണം. നേരെയല്ല തയ്ക്കേണ്ടത്, കറക്റ്റ് നേരെ എടുത്തിട്ട് ഈ സിബ്ബ് ഇതിലേക്ക് കമഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണ്ടത് നമ്മൾ ഇവിടെ ഞാൻ പിൻ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൈപ്പിംഗ് ഫൂട്ടുണ്ട്, അത് തന്നെയാണ് നമ്മൾ സിബിൻ്റെ വേണ്ടിയിട്ടും ചെയ്യുന്നത്. അപ്പോൾ ആ ഫൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും, സ്റ്റിച്ചിങ്ങിന് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ കേട്ടോ. അപ്പോൾ തിരക്കി നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാ മെഷീനും സാധാ മെഷീനും എല്ലാം ഇപ്പോൾ പൈപ്പിംഗ് ഫൂട്ട് കിട്ടും. ഇനി വേണ്ടത് ക്യാൻവാസ് ഇങ്ങനെ ബാക്കിലേക്ക് നമ്മൾ മടക്കത്തില്ലേ, അതിൻ്റെ പുറത്തേക്ക് ഫുള്ളായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട് ഈ സിബിൽ, അതിങ്ങനെ കുറച്ച് താഴെയായിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കണം. നമുക്ക് മുകൾ ഭാഗത്ത് ഹുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ബാക്കിലേക്ക് ഒടിച്ചു മടക്കാം. ചിലർ അവിടെ വെച്ചിട്ട് മുറിച്ച് കളയും, അത് മുറിക്കരുത് കേട്ടോ. മുറിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ദേഹത്ത് കൊള്ളും സിബിൻ്റെ തുമ്പ്. അതേസമയം ഇങ്ങനെ തന്നെ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ദേഹത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് മുറിച്ച് കളയാതെ തന്നെ ചെയ്താൽ മതി. മുകൾ ഭാഗം വളരെ സോഫ്റ്റാണ് സിബിൻ്റേത്, പിന്നെ മുതലാണ് സിബ് തുടങ്ങുന്നത്. അപ്പോൾ ആ സോഫ്റ്റുള്ള ഭാഗം നമ്മൾ ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് തയ്ക്കുകയാണ്. ചേർത്ത് തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി വേണ്ടത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എൻഡ് ഭാഗത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. കണ്ടോ? ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി കണ്ടോ, ഈ ക്യാൻവാസും ഇതൊക്കെ നമ്മൾ മടക്കി കഴിയുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ തുമ്പ് കൊള്ളാതെയും നമുക്ക് അകത്തെ ലൈനിങ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഇതും നമ്മൾ താഴെ വരെ തയ്ച്ചു കഴിയുമ്പോൾ തന്നെ ഈ തുമ്പ് മുറിച്ച് കളയരുത് കേട്ടോ. കാരണം നമ്മുടെ ഈ ഓടിക്കുന്ന റണ്ണറുണ്ടല്ലോ, അത് താഴെ കിടക്കുകയാണ്, അത് മുറിച്ച് കളയരുത്. അപ്പോൾ ഇനി അടുത്തതും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഫുള്ള് സിബ് ഇട്ടതിന് ശേഷം മാത്രമേ മിച്ചമുള്ള പീസ് കട്ട് ചെയ്ത് കളയുള്ളൂ. അടുത്ത നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് പൈപ്പിംഗ് ഉണ്ട്, അത് രണ്ടും ഞാൻ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതും സെയിം ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് ഒരുപോലെ തന്നെ വെക്കണം, വ്യത്യാസം ഉണ്ടാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ ആ ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള വശം ക്യാൻവാസിലേക്ക് നമ്മൾ വെച്ചു, എന്നിട്ട് നേരെ താഴേക്ക് നമ്മൾ തയ്ക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇൻവിസിബിൾ ഇതിൻ്റെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒന്ന് ഇങ്ങോട്ടും നമ്മൾ നിവർത്തി വെക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടും കൂടെ നീക്കി തയ്ക്കുമ്പോൾ നമ്മൾ പറ്റ തന്നെ ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടല്ലോ, കാണാമല്ലോ അല്ലേ?
അപ്പോൾ ഇത് സിബ് നിങ്ങൾക്ക് വെക്കുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒരു പ്രത്യേകം വീഡിയോ അതിൻ്റെ മാത്രമായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അകവശം ഇതിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് മടക്കി ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിബിട്ട് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ, മുകൾ ഭാഗമൊക്കെ കറക്റ്റാണോ എന്ന്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് മിച്ചമുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇവിടെ നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ പൈപ്പിംഗ് ഫൂട്ടൊക്കെ മാറ്റി നോർമൽ ഫൂട്ടാണ് ഇട്ടത്. ഇനി അപ്പോൾ ഞാനതിങ്ങനെ താഴ്വശം ഒന്ന് തയ്ക്കാനായിട്ട് പറഞ്ഞത്, അഥവാ ഈ സിബ് ഓപ്പൺ ആയി കഴിഞ്ഞാലും താഴെ ഊരി അങ്ങ് പോകും, പെട്ടെന്ന് നമ്മൾ അറിയാതെ ഫുൾ ഓപ്പൺ ആക്കി. അപ്പോൾ ആ താഴെ ഒന്ന് ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് തയ്ച്ചെന്നേ ഉള്ളൂ, കണ്ടോ ഇതേപോലെ. ഇനി നെക്ക് ഇതിങ്ങനെ കണ്ടല്ലോ, ഫുള്ള് അകത്തേക്കാണ് ഇരിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഒടിച്ച് മടക്കി ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ സോഫ്റ്റ് ഭാഗം അകത്തേക്ക് മടങ്ങിപ്പോകും. ഇനി നമുക്കിത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിലേക്ക് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് നെക്കിലേക്ക് തന്നെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യാത്തത്. ഇനി ബാക്ക് സൈഡ് ഒന്ന് നന്നായിട്ട് മടക്കി വെച്ച് കൊടുത്തു. അപ്പോൾ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സിബിൻ്റെ ഈ ഭാഗം. മിക്കവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടും തന്നെ നീറ്റല്ലാത്ത രീതിയിലാണ് ഈ സിബൊക്കെ വെക്കുന്നത്. അപ്പോൾ സിബ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ ദേഹത്ത് കൊള്ളുകയും ചെയ്യും. ക്യാൻവാസ് വെച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ അകത്തേക്ക് മടക്കം തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഒട്ടും തന്നെ ആ ഭാഗത്തൊന്നും ദേഹത്ത് കൊള്ളാത്ത രീതിയിൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ തുല്യമായിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആ മുകൾ ഭാഗത്ത് ഒട്ടും തന്നെ ഏറ്റക്കുറച്ചിൽ വരരുത്. അപ്പോൾ അത് ഒരു ഭംഗികേടാണ് കേട്ടോ, ഒന്ന് ഇറങ്ങി ഒന്ന് കയറിയും വരുന്നത് തുല്യമായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ആ ഭാഗത്ത് ഒരു ഹുക്കും അയ്യും വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കത് ഇടുമ്പോൾ നല്ല കംഫേർട്ടാണ്, ഒട്ടും തന്നെ പോവാതെ നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ 2 നെക്കും ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് ഒന്ന് ഹുക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് താഴ്ഭാഗത്താണ് ചെയ്യേണ്ടത്. സിബിൻ്റെ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടും ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ട്, കേട്ടോ. ഇനി നമ്മൾ താഴത്തെ ഭാഗത്ത് ഫ്ലീറ്റ്സ് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമറിന് വയറ് അറിയാതിരിക്കാനായിട്ട് നടുക്ക് മാത്രം ഫ്ലീറ്റ്സ് മതി എന്നാണ് പറഞ്ഞത്. സൈഡിൽ ഫുള്ളായിട്ട് ഫ്ലീറ്റ്സ് വേണ്ട, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. ചിലർക്ക് ഫുള്ളായിട്ട് ഫ്ലീറ്റ്സ് ആണ് ഇഷ്ടം. നമ്മുടെ ആ പോയിൻ്റ് മാർക്ക് ചെയ്ത 3 ഇഞ്ചിൻ്റെ അവിടെ വരുമ്പോൾ മുതൽ നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം, കണ്ടോ. ചെറിയത് മതി, ഒരുപാട് വലുതാക്കണ്ട കേട്ടോ. എന്നിട്ട് ആ കറക്റ്റ് അടുത്ത 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരുന്ന വരെയും നമ്മൾ ഈ തുമ്പ് ഇങ്ങനെ പിടിച്ചോണം. എന്നിട്ട് എത്രയാണോ ചുളുങ്ങി കിടക്കുന്നത് അത്രയും പീസ് തുണി നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഇങ്ങനെ തയ്ച്ചെടുക്കാം, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നടുക്ക് മാത്രം ചെറിയൊരു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചിലർക്ക് ഫുള്ളായിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും നല്ല ഭംഗിയായിട്ട്. ആൾക്ക് വയറ് ഒട്ടും തന്നെ നമുക്ക് അറിയാനും പറ്റത്തില്ല. ആർക്കായാലും നല്ലതാണ് കേട്ടോ. ഒത്തിരി വയറൊക്കെ ഉള്ളവർക്ക് ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. ബാക്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ യോജിപ്പിച്ചെടുക്കണം. അപ്പം നല്ല വശവും ഒരേപോലെ വെച്ച് കൊടുക്കുക. ബാക്ക് സൈഡിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഷോൾഡർ തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 2 സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം. നിവർത്തി നമുക്ക് നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കണം. നിങ്ങൾക്ക് ഹെം ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഹെം ചെയ്യാം കേട്ടോ. ഈ നെക്കിന് തയ്ക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് പണി എളുപ്പം തീരുമല്ലോ, പിന്നെ ഹെം ചെയ്ത് വെറുതെ കഷ്ടപ്പെടേണ്ട. നമുക്ക് ചെറിയൊരു റേറ്റിന് നമുക്കിത് തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഫ്രോക്ക് നൈറ്റീസ് ഒത്തിരി ഇറങ്ങുന്നുണ്ടല്ലോ, കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ നൈറ്റിയൊക്കെ വാങ്ങിച്ച് ഫ്രോക്ക് നൈറ്റിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം പിന്നെ ഒരു 350 ആ ഒരു റേറ്റാണ് നല്ല റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേര് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. പുറത്തൊക്കെ ഓൺലൈനിലൊക്കെ ആ ഒരു റേറ്റാണ് കിട്ടുന്നത്. എല്ലാ ഷോപ്പിലും അത്രയും റേറ്റ് ആണോന്ന് അറിയില്ല കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഷേപ്പ് ചെയ്യാം. സ്ലീവിൻ്റെ എൻഡിൽ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോൾ ഞാൻ ഒരു 9
ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇടഭാഗം നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ താഴേക്ക് ഇവിടെ മാർക്കിംഗ് ഒന്നും വേണ്ട, ഈ എൻഡിലേക്ക് തന്നെ വെച്ചിട്ട് നമ്മളങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ റെഡിമെയ്ഡ് പോലെ ചെയ്ത് ഇടുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറ്റത്ത് വെച്ച് അങ്ങ് തയ്ച്ചിട്ടാൽ മതി. കസ്റ്റമർ വന്ന് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അടുത്ത സ്റ്റിച്ച് നമ്മൾ താഴേന്ന് ചെയ്തു. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഈ നടുഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങോട്ട് നീക്കി വേണം ചെയ്യാനായിട്ട്. വീണ്ടും നടുഭാഗത്തുനിന്ന് ലോക്ക് ഇട്ടിട്ട് 3ാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 സ്റ്റിച്ച് ചെയ്തെടുത്തു. മിച്ചമുള്ള പീസ് ഞാൻ കുറച്ചങ്ങ് മുറിച്ച് കളയുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ലോക്ക് ചെയ്യാതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ റേറ്റ് ആണ് കേട്ടോ. അപ്പം ലോക്ക് ഇതൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് 400 രൂപ നമുക്ക് മേടിക്കാം. നെക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചുമ്മാ തുണിയിട്ട് തയ്ച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് അങ്ങനെയൊക്കെ ആകുമ്പോൾ 350 ആ ഒരു റേറ്റൊക്കെ വാങ്ങുക. ആ തുണിയുടെ ആ ചെയ്യുന്ന ഫിനിഷിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ റേറ്റ് വാങ്ങുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് താഴ്വശം ഇതുപോലെ ഇങ്ങനെ 2 ആക്കി ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ കുർത്തി സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കുർത്തി. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. തുണിയുടെ റേറ്റും സ്റ്റിച്ചിങ് റേറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു റേറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ അതുകൊണ്ട് റേറ്റ് എത്ര ആണെന്ന് ചോദിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഇത് ചോദിക്കും. ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. അപ്പോൾ ഒരു 350-400 രൂപയൊക്കെ നമുക്ക് ഏകദേശം ചെയ്തെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റേറ്റ് ഒന്നും ഞാൻ അങ്ങനെ എല്ലാവരോടും പറയാറില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ ചിലർ പറയും കൂടുതലാണ് വാങ്ങുന്നത്, ചിലർ പറയും കുറവാണ് വാങ്ങുന്നത്. അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ റേറ്റ് അത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ നൈറ്റി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.